ഹലോ മക്കളെ, ലാമൻ സൊല്യൂഷൻസിൻ്റെ USS ക്ലാസ്സിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു ലാമൻ സൊല്യൂഷൻസ് USS ക്ലാസ്. അപ്പോൾ CM കിഡ് സ്കോളർഷിപ്പ് അല്ലേ, USS എന്നുള്ളത് കഴിഞ്ഞ കാലം വരെ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു USS എന്നുള്ളതാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഏതായാലും CM കിഡ് സ്കോളർഷിപ്പ് എക്സാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ ടോപ്പിക്കിലേക്ക് കയറാണ്. എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള കണ്ടൻസ് ഏരിയയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് നമുക്ക് വരിക. ഒന്നുകിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പാസേജ് ആയിരിക്കും നമുക്ക് തരിക, അല്ലെങ്കിൽ ഒരു പോയം തരും. അതിൽ നിന്നും 4 ചോദ്യങ്ങൾ, 4 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളാണ് ഇത്രയും കാലം വരെയുള്ള ഈ ഒരു സ്കോളർഷിപ്പ് എക്സാമിന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ CM കിഡ് സ്കോളർഷിപ്പ് എക്സാം പുതിയ രീതിയിൽ പേരൊക്കെ മാറിയിട്ട് വരുന്ന സമയത്തും ഇങ്ങനെയുള്ളൊരു റീഡിംഗ് കോംപ്രിഹെൻഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ആ വരുന്ന പാസേജ് ഒന്ന് ടൈറ്റ് ആവാം ചിലപ്പോൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ലാമൻ സൊല്യൂഷൻസിൻ്റെ വീഡിയോസ് കണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏത് ടൈറ്റ് പാസേജും എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് എ പീസ് ഓഫ് കേക്ക്. അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പാസേജ് ആയിട്ട് നമ്മൾ മാറും, അല്ലെങ്കിൽ നമ്മൾ മാറ്റും. ഏതായാലും ആ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇത്തരത്തിലൊരു പാസേജാണ് ഉണ്ടാവുക. കുറച്ച് വലിയ പാസേജ് ആയിട്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അത്യാവശ്യം ഒരു ഭാഗം എടുത്തുകൊണ്ട് തന്നെ എന്തുണ്ടാവും, ആ ഒരു പാസേജ് നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ആ പാസേജ് കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീഡ് ദ ഫോളോവിങ് പാസേജ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻസ് ആഫ്റ്റർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റൻസോട് കൂടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഈ തരാൻ പോകുന്ന പാസേജ് എന്ന് പറയുന്നത് 2018 USS എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിലെ പാസേജ് അതുപോലെ ഞാൻ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ലെവലിലായിരുന്നു അന്നത്തെ കാലത്തൊക്കെ, അതായത് 2018 നമ്മളെ ഫ്ലഡിൻ്റെ കാലത്തുള്ള USS ആണ് അല്ലേ. ആ ഒരു സമയത്തുള്ള USS എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു മോഡൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ when you get a comprehension question, the first thing is you should read it properly. കൃത്യമായിട്ട് ആ ഒരു പാസേജിനെ നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. അത് നമുക്ക് കിട്ടാത്ത സെൻറ്റൻസോ വേർഡ്സോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെറുതെ അണ്ടർലൈൻ ചെയ്ത് പോവാം. അതിനെ ബേസ്ഡ് ചെയ്തുകൊണ്ടൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ വരും. അപ്പോൾ അതൊക്കെ പെട്ടെന്നൊന്ന് ക്യാച്ച് ചെയ്യാൻ നമ്മളെ അത് സഹായിക്കും. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക ജസ്റ്റ്. നമുക്ക് നോക്കാം. ഈ ഒരു പാസേജ് ഞാനൊന്ന് വായിക്കാം, നിങ്ങളതിൻ്റെ കൂടെ വായിക്കാം. I used to collect the paper and run around the Rameshwaram town and be the first one to distribute the newspapers in the town. My elder cousin brother was the agent who went away to Sri Lanka in search of better livelihood. After distribution, I used to come home at 8 a.m. My mother will give me a simple breakfast with a special quota compared to other children because I was studying and working simultaneously. After the school gets over in the evening, again I will go around Rameshwaram for collection of dues from customers. I still remember an incident which I would like to share with you. As a young boy, I was walking, running and studying all together. One day, when all my brothers and sisters were sitting and eating, my mother went on giving me chapatis. Even though we are rice eaters only, wheat was rationed. When I finished the eating, my elder brother called me privately and scolded. Kalam, do you know what was happening? You went on eating chapati and mother went on giving you. She has given all her chapatis to you. It is difficult time. Be a responsible son and do not make your mother starve. First time I had a shivering sensation and I could not control myself. I rushed into the kitchen and hugged her. ഇങ്ങനെ ഒരു പാസേജാണ്. ഈ ഒരു പാസേജ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് രാമേശ്വരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ദിസ് പാസേജ് ഇസ് ആക്ച്വലി അബൌട്ട് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ളൊരു ചെറിയൊരു ഭാഗമൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു മലയാളം വേർഷനിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇങ്ങനെയുള്ളൊരു പാസേജ് തന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിന് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാനേ ഉള്ളൂ, ബബിൾ ചെയ്യാനേ ഉള്ളൂ അല്ലേ. ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്ന ബബിൾസിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണോ, അത് A ആണോ B ആണോ C ആണോ D ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ബബിൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി. കറപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ആ ഒരു ടൈം ഷെഡ്യൂളിൽ ഈ പരിപാടിയെല്ലാം കഴിയും വേണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പാസേജ് വായിച്ചിട്ട് അടുത്ത ചോദ്യം നമ്മൾ വായിക്കണം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: വാട്ട് മെയ്ഡ് കലാം റിയലൈസ്ഡ് അബൌട്ട് ഹിസ് മദേഴ്സ് സ്റ്റാർവിംഗ്? What made Kalam realized about his mother's starving?
മദേഴ്സ് സ്റ്റാവിങ്. സ്റ്റാവിങ് മീൻസ് പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ മദർ പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ കലാമിന് ബോധ്യപ്പെട്ടു. അതെങ്ങനെയാണ്, എന്താണ് അവനെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. അവിടെ ഓപ്ഷൻസിലെ ഫസ്റ്റ് ഓപ്ഷൻ ലീവിങ് ഓഫ് കസിൻ ബ്രദർ പോയത്, മദേഴ്സ് ഹഗ്, മദറിനെ ഹഗ് ചെയ്തത്, റേഷൻഡ് വീറ്റ് ഗോതമ്പ് റേഷനായിട്ട്, അതായത് കുറേശ്ശെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയത്, ബ്രദേഴ്സ് കോൾഡിങ്, ബ്രദറിൻ്റെ ചീത്ത പറച്ചിൽ. ഈ ഓപ്ഷനിൽ ഏതാണ് കലാമിന് തിരിച്ചറിവ് നൽകിയത്? അവൻ്റെ മദർ, കലാമിൻ്റെ മദർ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊടുത്ത കാര്യം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാസേജ് വായിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു എൽഡർ ബ്രദർ കോൾഡ് ഹിം പ്രൈവറ്റ്ലി ആൻഡ് സ്കോൾഡഡ് എന്ന് പറഞ്ഞൊരു ഭാഗം ഈ ഒരു പാസേജിൽ വരുന്നുണ്ട്. എന്താണ്? കലാം, ഡു യു നോ വാട്ട് വാസ് ഹാപ്പനിങ്? യു വെന്റ് ഓൺ ഈറ്റിംഗ് ചപ്പാത്തി, നീ ചപ്പാത്തി തിന്നുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് മദർ വെന്റ് ഓൺ ഗിവിങ് യു, മദർ ആണെങ്കിലോ നിനക്കത് തരുന്നുകൊണ്ടേയിരിക്കുന്നു. ഷീ ഹാസ് ഗിവൺ ഓൾ ഹെർ ചപ്പാത്തീസ് ടു യു, ഉള്ള ചപ്പാത്തി മുഴുവൻ മദർ നിനക്ക് തന്നു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടൈം, നമ്മളെ സംബന്ധിച്ച് കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞ സമയമാണ്. ബി എ റെസ്പോൺസിബിൾ സൺ ആൻഡ് ഡു നോട്ട് മേക്ക് യുവർ മദർ സ്റ്റാർവ്. ഒരിക്കലും നീ എന്താവരുത്, ഒരു ഇറസ്പോൺസിബിൾ സൺ ആവരുത്, റെസ്പോൺസിബിൾ സൺ ആവണം. ഉത്തരവാദിത്തമുള്ളൊരു മകനായിട്ട് നീ മാറണം. നിന്റെ മദർ പട്ടിണി കിടക്കുകയാണെന്ന് പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് റിയലൈസ് ചെയ്തുകൊണ്ട് മദറിൻ്റെ അടുത്തേക്ക് ചെന്ന് കലാം എന്ത് ചെയ്യുന്നത്, കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് പിക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, ബ്രദേഴ്സ് സ്കോൾഡിങ്. ബ്രദറിൻ്റെ ആ ചീത്തയാണ് കലാമിന് തിരിച്ചറിവ് നൽകിയത് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈച്ച് ആൻഡ് എവറി കോർണർ, നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദി പാസേജിലൂടെ നിങ്ങൾ പോയാൽ മാത്രമേ കറക്റ്റ് ആൻസർ പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ സമയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള ആൻസേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, ദ പാസേജ് മെയിൻലി റെഫേഴ്സ് ടു. ഈ പാസേജിൽ കൃത്യമായിട്ടും അല്ലെങ്കിൽ കൂടുതലായിട്ടും ആരെക്കുറിച്ചിട്ടാണ് ഈ പാസേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, എങ്കിലും കറപ്പിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ അറിയണം. സിസ്റ്ററിനെ കുറിച്ചാണോ, എൽഡർ ബ്രദറിനെ കുറിച്ചാണോ, കസിൻ ബ്രദറിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ മദറിനെ കുറിച്ചിട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആരെ കുറിച്ചിട്ടാണ്? സ്വാഭാവികമായിട്ടും അത് മദറിനെ കുറിച്ചിട്ടുള്ളൊരു പാസേജാണ് അല്ലേ. അപ്പോൾ മദർ, ഡി ഓപ്ഷൻ കറപ്പിച്ച് വെച്ചാൽ നമുക്കൊരു മാർക്കായി. Question number 3, which is the synonym of the word simultaneously given in the passage? Simultaneously എന്ന് പറയുന്ന ആ ഒരു വേർഡ്, simultaneously or simultaneously, രണ്ട് പ്രൊനൗൺസിയേഷനും ആപ്റ്റ് ആണ്. അതിന് സിനോണിം ആയിട്ടുള്ള, അതിന് സമാന അർത്ഥം വരുന്ന വേർഡ് നമ്മൾ പിക്ക് ചെയ്യണം. താഴെ ടുഗെദർ, ഗെറ്റ് ഓവർ, അറ്റ് ദ സെയിം ടൈം, ഗോ റൗണ്ട് എന്നുള്ള 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം 4 ഓപ്ഷൻസ് നോക്കുമ്പോഴും സൈമിൾട്ടേനിയസ്ലി എന്നുള്ളതിൻ്റെ മീനിങ് നമുക്കറിയണം. അവിടെയാണ് വൊക്കാബുലറിയുടെ പ്രാധാന്യം. കുറേ വേർഡ്സും അതിൻ്റെ മീനിങ്സും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ടുഗെദർ ഒരുമിച്ചാണ്, ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ഓവർകം ചെയ്യുക എന്നാണ്, അറ്റ് ദ സെയിം ടൈം എന്ന് പറഞ്ഞാൽ ഒരേ സമയം എന്നാണ്, ഗോ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റി നടക്കുക എന്നൊക്കെയാണ്. അപ്പോൾ സൈമിൾട്ടേനിയസ്ലി എന്ന് പറയുന്ന വേർഡ് മീനിങ്, അതിൻ്റെ മീനിങ്ങിനോട് ആപ്റ്റ് ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? അറ്റ് ദ സെയിം ടൈം ആണ്. ഒരേ സമയം നടക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുക, സൈമിൾട്ടേനിയസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അതുപോലെ വേർഡ് മീനിങ്സും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി 4th ക്വസ്റ്റ്യൻ, ദിസ് പാസേജ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഈ തന്നിരിക്കുന്ന പാസേജ് എന്തിന് ഉദാഹരണമാണ്? പ്രൊഫൈലാണോ, ബയോഗ്രഫി, വേറൊരാളുടെ ജീവചരിത്രം എഴുതിയതാണോ, ഓട്ടോബയോഗ്രഫി, അവനവൻ്റെ ആ ഒരു ആത്മകഥയാണോ, ഡിസ്ക്രിപ്ഷൻ, ജസ്റ്റ് ഒരു വിവരണം മാത്രമാണ്? ഇത് കലാമിൻ്റെ സ്റ്റോറി നമ്മൾ വായിച്ചു മനസ്സിലാക്കുകയാണ്. കലാം അവിടെ ഐ എന്നുള്ള ടേം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആത്മകഥയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോൾ ഈ ഒരു പാസേജ് എന്തിനുള്ള എക്സാമ്പിളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, അത് ഓട്ടോബയോഗ്രഫിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡി ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് മക്കളെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരിക. റീഡിംഗ് കോംപ്രിഹെൻഷൻ, ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനും കൂടി ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാൻ വയ്യ, എങ്കിലും ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു ടഫ് ആയിട്ടുള്ളൊരു പാസേജ് ആയിരിക്കും. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്നും കൂടി ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ മക്കളെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വിൽ ബി റൈറ്റ് ബാക്ക് വിത്ത് അനദർ വീഡിയോ. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.